ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും സുഹൃത്തും അറസ്റ്റിൽ. സംഘം പിടിയിലായത് ഛായാഗ്രഹകൻ സമീർ താഹിറിന്റെ വീട്ടിൽ നിന്ന്. പിടികൂടിയത് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവായതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. കഞ്ചാവ് കിട്ടിയ വഴി തേടി എക്സൈസ് സംവിധായകരെ ഫെഫ്കയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയെ വിലക്കി പിണറായി വിജയൻ. പ്രായപരിധി ഇളവ് ബാധകം കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമെന്ന് വിശദീകരണം. അതുപയോഗിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാകില്ലെന്ന് പിണറായിയുടെ വാദം. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ PK ശ്രീമതി പങ്കെടുത്തില്ല. കോഴിക്കോട് പാലക്കോട് വയലിൽ 20കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് പാലക്കോട്ട് വയൽ സ്വദേശി സൂരജ്. മർദ്ദനം കോളേജിലെ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. സംഭവത്തിൽ അയൽവാസികളായ അച്ഛനും മക്കളും കസ്റ്റഡിയിൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി തുടർന്ന് ഇന്ത്യ. മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നുവിട്ടു. പാക് അധിനിവേശ കശ്മീരിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ശേഷമുള്ള ആദ്യ നടപടി. ഭീകരാക്രമണത്തിന് സഹായം നൽകിയ 14 പേരുടെ പട്ടിക തയ്യാറാക്കി IB. കുപ്വാരയിൽ ലഷ്കർ ഭീകരർ ഫാറൂഖ് അഹമ്മദിന്റെ വീട് തകർത്തു. കേസന്വേഷണം NIA ഏറ്റെടുത്തു. ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ കിടന്ന യുവതിയോട് ജീവനക്കാരന്റെ അതിക്രമം. ഓർത്തോപീഡിക്സ് വിഭാഗം ജീവനക്കാരൻ ദിൽകുമാർ അറസ്റ്റിൽ. ICU ജീവനക്കാരനായിരുന്ന ഇയാൾ യുവതിയെ കടന്നു പിടിക്കുകയായിരുന്നു. ദിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. ഇറാൻ തുറമുഖ സ്ഫോടനത്തിൽ മരണം 14ആയി. 750 പേർക്ക് പരിക്ക്. 1 കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത നാശനഷ്ടം. സ്ഫോടനം രാസവസ്തു എറിഞ്ഞ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതിലെ വീഴ്ച മൂലമെന്ന റിപ്പോർട്ട്. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് ഇറാൻ പ്രസിഡന്റ്. കോട്ടയം തിരുവാതുക്കലിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ സംസ്കാരം ഇന്ന്. കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം. പ്രതി അമിത് ഉറാങ്ങിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവകുടീരം സന്ദർശിക്കാൻ വിശ്വാസികളുടെ ഒഴുക്ക്. സെന്റ് മേരീസ് ബസലിക്കയിലെ കല്ലറയിലേക്ക് പൊതുജനങ്ങളെ ഇന്നു മുതൽ പ്രവേശിപ്പിച്ചു തുടങ്ങും. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ച ലത്തീൻ ഭാഷയിലുള്ള വിശുദ്ധ കുർബാന ഇന്ന്. സ്വർണം വെള്ളി നിരക്കുകൾ.